നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് മോൾഡ് ടെക് പാക്കേജിംഗ് വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു വോളിയം കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിവിടെ ബ്രേക്ക് ഔട്ടും അതിന് മുകളിൽ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ ഈ ഒരു റീജിയൺ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 865 റീജിയൻ. അപ്പോൾ അതും ഈ വീക്കിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. 904 ഇപ്പോൾ ക്ലോസിങ് തന്നിരുന്നത് 904 ഇപ്പോൾ ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ വീക്കൊന്ന് അവസാനിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പം വീക്ക് അവസാനിക്കുമ്പോൾ ക്ലോസിങ് 865 മുകളിലാണെങ്കിൽ ആ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ, ഈ ഒരു വീക്കിലി ക്യാൻഡിലിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു 800 റീജിയണിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഏകദേശം 900 അല്ലെങ്കിൽ 890 റീജിയണിലൊക്കെയാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം 90 രൂപയുടെ ഒരു റിസ്ക് ആണ് വരുന്നത്. 90 രൂപയുടെ റിസ്ക് വരുവാണെങ്കിൽ നമ്മൾ ടാർഗറ്റായിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നതിൽ നിന്ന് ഒരു 120 രൂപയുടെ ഒക്കെ മിനിമം ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകുക. അപ്പം നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് അപ്പെക്സ് ഫോറസൺ ഫുഡ്സ്. അപ്പം ഈ ഒരു സ്റ്റോക്ക് വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെയും ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ 363 റീജിയനാണ് നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ. ഒന്ന് ഡ്രോ ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് റെസിസ്റ്റൻസ് റീജിയൻ കണ്ടുപിടിക്കുക. അപ്പം അവിടെ അതിന് മുകളിൽ ഒരു വീക്കിലി ക്ലോസിങ് തരുവാണ്, ഈ ഒരു റീജിയണിന് മുകളിൽ ഒരു വീക്കിലി ക്ലോസിങ് തരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ മിനിമം ടാർഗറ്റായിട്ട് ഈ ഒരു റീജിയൻ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത് മിനിമം ടാർഗറ്റായിട്ട് വെച്ച് അതിൻ്റെ താഴെ ആ വീക്കിലി ക്യാൻഡിലിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസും ഇട്ട് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെയും 1:2 അല്ലെങ്കിൽ 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. എപ്പോഴും നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈക്വലായിട്ട് നമ്മുടെ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും എൻട്രീസ് എടുക്കുക, പല സ്റ്റോക്കുകളിൽ എടുക്കുക സ്വിംഗ് ട്രേഡിങ്ങിൽ. അതിനെന്ന് പറഞ്ഞാൽ ചില സ്റ്റോക്കുകൾ നമുക്ക് ബ്രേക്ക് ഔട്ട് ക്ലിയർ അല്ലായിരിക്കും, ചിലപ്പോൾ അത് ഫാൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു സ്റ്റോക്ക് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ആവറേജ് ചെയ്യാനൊക്കെ പോകാതിരിക്കുക. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫോളോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസും വോളിയും ഒക്കെ നോക്കിയാണ് ഈ ഒരു സ്റ്റോക്കുകളിൽ നമ്മളൊരു അപ്സൈഡ് മൊമെൻറ്റം കണ്ടെത്തി അതിൻ്റെ അകത്തൊരു സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പം ഒരുപക്ഷെ ഇത് സക്സസ് ആവാം ചില സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ടാണ് ഈ ഒരു ചാനലും വീഡിയോയൊക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനും പറ്റിയ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് എൻട്രീസ് ചെറിയ ടൈമിൽ മാത്രം, കുറച്ച് ടൈം മാത്രം മാർക്കറ്റിൽ ചിലവഴിച്ച് നല്ല എൻട്രീസ് എടുക്കാനുള്ള കുറേ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അതും പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.